എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് ഒരു യുവതി കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഗുരുതരമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്. 9 വിരലോളം മുറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൂട്ടത്തിൽ എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഒരു മാസത്തിന് മുമ്പൊക്കെ മലപ്പുറത്തൊരു യുവതി വീട്ടിൽ മരണപ്പെട്ടു, പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട്. അശാസ്ത്രീയമാണ്, നടത്താൻ പാടില്ലെന്നുള്ള അഭിപ്രായം തന്നെ. പക്ഷേ ആ സമയത്ത് വിമർശിക്കാൻ നിരവധി ഡോക്ടർമാർ രംഗത്ത് വന്നായിരുന്നു, ശാസ്ത്രീയ വശങ്ങൾ പറയാൻ. ദുബായിലുള്ള പീഡിയാട്രീഷ്യൻ, ദുബായിലുള്ള HOD, നാട്ടിലെ ഗൈനക്കോളജിസ്റ്റ്, പിന്നെ സർവമാന മേഖലയിലുള്ള ഡോക്ടർമാരും അന്ന് വന്നായിരുന്നു. ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാനില്ല. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാനുള്ളത് ഈ കൈ മുറിക്കപ്പെട്ട യുവതിയുടെ കൈയുടെ ചിത്രവും അവരുടെ മാതാപിതാക്കൾ സങ്കടപ്പെടുന്ന ചിത്രമൊക്കെ കാണാനുള്ളൂ. ബാക്കി ആരുമില്ല. അതുകൂടാതെ ഈ ഹോസ്പിറ്റലിന് അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നുള്ളതിന് റിപ്പോർട്ടും കൊടുത്തു. അതിൻ്റെ ഒരു ക്ലിപ്പ് കാണാം. ഈ സംഭവം ഉണ്ടായത് മുതൽ ആശുപത്രിക്ക് കരുതൽ നൽകാൻ ഒരുപാട് പേര് രംഗത്തുണ്ടായപ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ടും സ്വാഭാവികമായും സമാനമായ രീതിയിൽ അനുകൂലമായി വരുന്നു. ആർക്കാണ് പിഴവ്, എവിടെയാണ് പിഴച്ചതെന്ന് പറയാൻ എന്തിനാണ് വിദഗ്ധ സമിതിക്ക് ഇത്രയും പേടിയും മടിയും? സുഹേൽ, തീർച്ചയായും. കാരണം ഈ കൊഴുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ അതിഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ മെഡിക്കൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇന്ന് രാവിലെ 24 പുറത്തുവിട്ടത്. ഇതിൽ ഈ ഏതെങ്കിലും തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന യുവതി അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു യുവതിയല്ല. സൗന്ദര്യ പ്രശ്നമായിട്ട് കണ്ട് ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചതാണ്. ഭാരം ആരോഗ്യ പ്രശ്നം തന്നെയാണ്, സൗന്ദര്യ പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ട് ഭാരം കൂടുന്നു എന്ന് ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഇത്രയും സങ്കടം വരത്തില്ല. അറിവുള്ള ഒരു യുവതി അശാസ്ത്രീയമായ ഒരു വഴി തേടിയതിൻ്റെ വീഴ്ചയായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ശാസ്ത്രീയമെന്നൊക്കെ എല്ലാവരും അവകാശപ്പെടും. കഴിക്കുന്ന ഭക്ഷണം മാറ്റുക എന്നതാണ് ശരിയായ പോംവഴി. അത് കേവലം തടി കുറയ്ക്കുന്നതിന് മാത്രമല്ല. ഇന്ന് നമ്മളിൽ കാണുന്ന 99% ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഭക്ഷണം മാറ്റുക എന്നുള്ളതാണ്. 5 ലക്ഷത്തോളം രൂപ പറഞ്ഞ് 3 ലക്ഷം രൂപയ്ക്ക് ഇത് ഏർപ്പാടാക്കിയെന്ന ഞാൻ മാധ്യമവാർത്തയിൽ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന 10,000 രൂപയുടെ പോലും ഭക്ഷണം ആവശ്യമായി വരില്ല. ശരിയായ ഒരു ഭക്ഷണ രീതി മാറ്റി പരീക്ഷിച്ചാൽ ഈ ആരോഗ്യ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കും ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കും. ഡയറ്റിനെ അറിയപ്പെടുന്ന കീറ്റോ ഡയറ്റ് എന്നൊക്കെയാണ്. അത്ര വലിയ ഗൗരവമുള്ള വിഷയമൊന്നുമില്ല. നമ്മൾ ഈ 365 ദിവസവും 3 നേരം കഴിക്കുന്ന അരിഭക്ഷണം ഒഴിവാക്കും. മധുരമുള്ള പഴങ്ങളും പഞ്ചസാരയും ഒഴിവാക്കും. ബാക്കി ഇറച്ചിയും മീനും മുട്ടയും ബട്ടറും ഒക്കെ ആവശ്യത്തിന് കഴിക്കും. ഇത്രയും പ്രശ്നമേ ഉള്ളൂ. 3 ലക്ഷവും വേണ്ട, 5 ലക്ഷവും വേണ്ട. അത് കേവലം ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നം ഈ ഭാരം കൂടിയ കേസിന് മാത്രമായിട്ട് കാണുകയും വേണ്ട. നമ്മൾ അനുഭവിക്കുന്ന 99% അസുഖത്തിൻ്റെയും കാരണം ഇതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അവരവർക്ക് കഴിയുന്നത് പോലെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്താൽ അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ക്ഷമയുണ്ടാവണം. കാര്യം ഈ ഇവരുടെ പ്രായം പറയുമ്പോൾ 35 വയസ്സാണ്. 35 വയസ്സ് കൊണ്ട് 35 വർഷം കഴിച്ച ഭക്ഷണത്തിൻ്റെ പോരായ്മയെ 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ മാറ്റാമെന്ന് വിചാരിക്കരുത്. ഒരല്പം സാവകാശം, 1-2 മാസമൊക്കെ ഒന്ന് ക്ഷമയോടുകൂടി കണ്ടാൽ ഈ ആരോഗ്യ പ്രശ്നം അങ്ങ് പരിഹരിക്കും. അപ്പോൾ എനിക്ക് ഇവിടെയും നിർദ്ദേശിക്കാനുള്ളത്, ഞാൻ ഇത് നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പഠിച്ചിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. വ്യക്തി ജീവിതത്തിൽ ഞാൻ വലിയ ഭാരം കൂടിയ ആളായിരുന്നു. എന്നെ നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം. ഇപ്പോൾ കാണുമ്പോൾ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അന്ന് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഇപ്പം തടിയില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഫോളോ കീറ്റോ, കാർണിവർ, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.